ഈശോനോട് എത്ര ഇഷ്ടമുള്ള കുട്ടിയാണ്. എന്നിട്ട് ഈശോ എന്തിനിങ്ങനെ ഈ വേദന ഒന്ന് മാറ്റി അവളെ ഒന്ന് ഉറക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഈശോനോട് ഇങ്ങനെ ചോദിച്ചു. പക്ഷെ അന്ന് രാത്രി 3 മണിക്ക് അവൾക്ക് ശരിക്കും ഉറക്കം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഒറ്റ ദിവസം വേദന. അന്ന് ശരിക്കും അവൾ കാലം കൊണ്ട് മൊത്തം അന്നത്തെ ജപമാലയുടെ രഹസ്യങ്ങൾ മൊത്തം ചൊല്ലി. ജോബിതയ്ക്ക് അങ്ങനെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം എടുത്ത് വായിക്കുന്ന വചനഭാഗ്യം അതാ. എത്രയും നാളുള്ള മാതാവേ. എത്രയും നാളുള്ള മാതാവ് പ്രാർത്ഥനയാണ് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന അല്ലേ? ഇതൊക്കെയാണ് ജോബിത വരച്ച പടങ്ങളൊക്കെ കേട്ടോ. വീഡിയോ ഉണ്ടാക്കൂലേ, ഒരു പാട്ടുകളൊക്കെ വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കും. ആ പാട്ടിനനുസരിച്ച് തന്നെ ആ വ്യക്തിയുടെ രൂപവും വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കി. അവളോട് സംസാരിച്ചപ്പോഴാണെങ്കിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ അവൾ ഒത്തിരി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടെയൊക്കെ പറയുന്നതായിട്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോട്ട് സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലെന്ന്. ജോബിത, ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ലോകം മുഴുവന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ മാനന്തവാടി രൂപതയിലെ നടവയിൽ ഇടവകയിലെ ഒരു കുടുംബത്തിലാണ്. ഒരത്ഭുതം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മാലാക കുട്ടിയെ, ഒരു വിശുദ്ധിയായ ഒരു കുട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. നമുക്ക് കരങ്ങളുണ്ടായിട്ടും കാലുകളുണ്ടായിട്ടും നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. കാലുകൾ മാത്രം ചലിപ്പിക്കാൻ പറ്റി ആ കാലുകൾ കൊണ്ട് ജപമാല ചൊല്ലി, പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച്, കാലുകൾ കൊണ്ട് പടങ്ങൾ വരച്ച് ഈശോയ്ക്ക് മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മളിന്ന് പോകുന്നത് അങ്ങനെ ഒരു ഭവനത്തിലേക്കാണ്. ആ അത്ഭുതം നമുക്കും നേരിട്ട് കാണാം. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു അത്ഭുത ബാലികയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ജോബിത എന്നാണ് അവളുടെ പേര്. ഒരു കുഞ്ഞു മാലാഖയാണ്. തൻ്റെ ജീവിതം വഴിയായിട്ട് എങ്ങനെ വിശുദ്ധിയോടുകൂടെ ഈശോയുടെ പ്രവൃത്തികൾ, ഈശോ എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ നമുക്ക് കാണിച്ചു വരുന്ന കുട്ടി. ആ കുട്ടിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇതാണ് ജോബിത. ജോബിത, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണോ? നമുക്ക് ജോബിതയുടെ അമ്മച്ചിയും കൂടെയുണ്ട്. അമ്മച്ചിയുടെ പേര് ബ്രിജിത്ത എന്നാണ്. അമ്മച്ചി, എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ജോബിതയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ജോബിത ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരു മാതൃക തന്നെയാണ്. ഒരു കുഞ്ഞു മാലാഖിയാണ്, ഒരു കുഞ്ഞു വിശുദ്ധയാണ്. കാരണം ജന്മന അല്പമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ, ചെറിയ സഹനങ്ങളൊക്കെ എങ്ങനെയാണ് ഈശോയ്ക്ക് മഹത്വം കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ കുറവുകളിലും ഈശോയ്ക്ക് എങ്ങനെ നന്ദി പറയാമെന്നൊക്കെ ഞങ്ങളെല്ലാവരും പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മച്ചിയാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രിജിത്ത അമ്മച്ചി ഒരു ഭാഗ്യവതിയാണ്. ഒപ്പം ഈ കുഞ്ഞിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും കുടുംബത്തിലേക്കും എല്ലാവരിലേക്കും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അമ്മച്ചിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ബ്രിജിത്ത. ഞാൻ നടവയിലാണ്. ഭർത്താവ് മരിച്ചിട്ട് 2 വർഷമായി. 3 മക്കളാണ്. മൂത്തമകൻ മാലിദ്വീപിലെ റിസോർട്ടിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോൻ പിന്നെ ആയുർവേദത്തിൻ്റെ സെൻറ്ററിലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. പപ്പ മരിച്ച പിന്നെ പോയില്ല. ഞങ്ങൾ 2 പേരും അല്ലേ. മൂത്തവൻ പറഞ്ഞു, മോൻ തന്നെ നീ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ നീ പോകുന്നോ ഞാൻ പോകുന്നോ, മൂത്തവൻ പോയാൽ ഒന്നും കൂടി മെച്ചപ്പെടുമെന്ന് വെച്ചാൽ അവൻ തന്നെ പൊക്കോട്ടെന്ന് പറഞ്ഞു. പിന്നെ അവനോട് ആക്സിഡൻറ്റ് വന്നതായിരുന്നു. കാല് എല്ലൊക്കെ ഒടിഞ്ഞു പോയി കാരണം. പിന്നെ അതിന് കൂടുതലായിട്ട് മേലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവനോട് നിന്നു. മൂന്നാമത്തെ ആളാണ് ജോബിത. ജോബിത ജന്മന തന്നെ എങ്ങനെ ആയിരുന്നു. പക്ഷെ നമുക്കറിയില്ലായിരുന്നു ഇന്നത്തെ പ്രാരാബ്ധത്തിൻ്റെ ഉള്ളിൽ അവളെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കില്ല. പാല് കുടിക്കാൻ വേണ്ടി മാത്രം ഞാൻ കയറി വരുള്ളൂ. ഒത്തിരി പണികളുണ്ടാകുമായിരുന്നു.
അതിലിപ്പോൾ ഇന്നൊക്കെ വിഷമമുണ്ട്. അവൾ പറയും ഞാൻ അമ്മ എന്നെ ഇങ്ങനെ ശരിക്കും നോക്കി എൻ്റെ കാര്യത്തെ ശ്രദ്ധിച്ചെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, മോള് രക്ഷപ്പെടാനായിരുന്നെങ്കിൽ എത്രയോ ട്രീറ്റ്മെൻറ്റുകൾ നടത്തി ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാത്തിലും ഇങ്ങനെ തുടക്കത്തിലൊക്കെ മാറ്റം വരും, പിന്നെ പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയി പോകും. അവളെ ഇങ്ങനെ ഹോസ്പിറ്റലുകളൊക്കെ കാണിക്കുകയും ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാ പ്രാവശ്യം അങ്ങനെ പോകാൻ പറ്റില്ല മാസം. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ തിരുമ്മൽ നടത്തി. അയാൾ പറഞ്ഞു 90 ദിവസം കൊണ്ട് അവൾ നടക്കുമെന്ന്. പക്ഷെ ശരിക്കും 90 ദിവസം കൊണ്ട് അവൾ അത്രയും ദൂരം നടക്കും, ഒറ്റ ട്രക്കായിട്ട് നടക്കും. അതിലിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ വീഴും. അതും തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പായി. പിന്നെ അമ്മയ്ക്ക് വയ്യാതെ ആയിപ്പം. പിന്നെ ഞാൻ 5 വയസ്സുള്ളപ്പോൾ ഇവിടെ കൊണ്ടുപോയി മാരപ്പമ്മൂലയിൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി. അവിടെ ഒരു 5 മാസമായപ്പോഴത്തേക്കും അവൾ ഏറ്റിരുന്നു. അവിടുന്ന് കഴിഞ്ഞിട്ട് അപ്പം പിന്നെ ധ്യാനത്തിന് പോകുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞു അവൾ എന്തായാലും നടക്കും, പക്ഷെ അമ്മേനെ വിട്ടവളെ ഇവിടെ കൊണ്ടാക്കരുത്. അപ്പോൾ 2 വർഷത്തോളം ഇങ്ങനെ മടത്തിക്കൊണ്ട് വിട്ടിരുന്നു ചുങ്കക്കുന്ന് ആ ഭാഗത്തേക്ക്. അവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു, പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞല്ലോ കുറേ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി, ധ്യാനേന്ദ്രങ്ങളിലൊക്കെ പോയി, ധ്യാനമൊക്കെ കൂടി. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയിലാണ് പോയത്, പ്രതീക്ഷയോട് കൂടി പോയി. പക്ഷെ അമ്മ അറിയില്ല, നമുക്ക് ഞങ്ങൾ വിചാരിക്കും നമുക്ക് ധ്യാനം കൂടിയാൽ നടക്കും, അച്ഛൻ കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ നടക്കും, പത്തേലത്തിൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ നടക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷകൾ. പക്ഷെ ആ പ്രതീക്ഷകളൊന്നും അവർക്ക് അന്നൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിനെപ്പറ്റി ഒന്നും കൂടി അമ്മ അത് വീട്ടിൽ നിന്നും വിഷമിക്കണം, അമ്മയ്ക്ക് എന്താ പത്ര വിഷമമുള്ള, എന്നെക്കാട്ടിലും വിഷമമുള്ള എത്രയോ മക്കളുണ്ട്. അപ്പോൾ അതോ അമ്മയ്ക്ക് എത്രയും നല്ലൊരു കൊച്ചിനെ കിട്ടിയില്ല. പിന്നെ അവളെങ്ങനെ എന്നെ ഒത്തിരി വിഷമിക്കുമ്പോൾ ആ വിഷമത്തിൽ നിന്ന് തന്നെ അവൾ തിരിച്ചു കൊണ്ടുവരും. അവള് തന്നെ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ. പിന്നെ ഒരു ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കാൻ സമ്മതിക്കില്ല. രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കും, പിന്നെ അവൾ കിടന്നുറക്കം കൂട്ടും, എഴുന്നേൽപ്പിച്ച്. ഇപ്പോൾ തലേദിവസമൊക്കെ എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് എനിക്ക് ഒട്ടും പറ്റാതെ കിടക്കുന്നത്. അപ്പോൾ അവൾ പറയും ഇങ്ങോട്ട് അടുത്ത് വന്നിരിക്കുക, എന്നിട്ട് അവൾ തിരുമ്മിത്തരും. എന്നിട്ട് അവനെ നേരം ഇത് പൊയ്ക്കോളൂ, കുഴപ്പമില്ല പൊയ്ക്കോളൂ എന്ന്. പക്ഷെ നേരം വെക്കുമ്പോഴത്തേക്കെല്ലാം പോയി ഇങ്ങോട്ട് ഞാൻ പള്ളിയിൽ പോവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം നടന്നില്ലെങ്കിൽ സാധാരണ ഒരു മനസ്സും എടുക്കും. പക്ഷെ ജോബിതയുടെ ജീവിതവും അമ്മച്ചിയുടെ ആ ഒരു വിശ്വാസമൊക്കെ പറ്റുന്നിടത്തോളം ഞാൻ പള്ളിയിൽ കൊണ്ടുപോകും. അവൾ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയും വിഷമിച്ച് കൊണ്ടുപോകും. പക്ഷെ പപ്പയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. പപ്പയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഇങ്ങനെ കാണുമ്പം പെട്ടെന്ന് തലകറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവൾ മറ്റുള്ളവരിങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പം പപ്പയ്ക്ക് പെട്ടെന്ന് മാറ്റം വരുമായിരുന്നു, വിഷമം. ഇവളെയും കൊണ്ട് എവിടെയും പോകാൻ സമ്മതിക്കില്ലായിരുന്നു. അത് ഞാൻ ഇവിടെ അറിയിക്കുകയില്ല, പക്ഷെ അവർക്ക് വിഷമാവില്ലേ. പക്ഷെ ആ കുറവുകളോടത്തും കർത്താവ് പ്രവർത്തിച്ചു. പിന്നെ അവൾ ഇപ്പോഴും ഒരു അത്ഭുതമായ രീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ശരിക്കും അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഒരു പ്രത്യേകതകൾ, സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു പ്രാർത്ഥന എനിക്ക് വേണ്ടി പ്രാർത്ഥന, ഇപ്പോൾ അധികം അച്ഛന്മാരായിരിക്കും ഇങ്ങോട്ടും പറയുന്നത്. അവിടെ വന്ന് ധ്യാനഗുരുക്കന്മാർ പോലും പള്ളിയിൽ തന്നെ നിങ്ങൾ 6 മണിക്കൂറൊക്കെ ആണെങ്കിലും അവിടെ ഇരുന്നോളും. കുർബാനയോട് കൂടി 4 മണിക്കൂർ ധ്യാനം. അപ്പം അങ്ങനെ 6 മണിക്കൂറും ആ കസേരയിൽ തന്നെ ഇരിക്കും. അങ്ങനെ എല്ലാ സാധാരണ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രശ്നത്തിൻ്റെ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അച്ഛൻ വീടിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. കൊച്ചനോട് ചോദിച്ചു, അവളെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും കേട്ടോ. ഇതിന് മുൻകൂട്ടി തന്നെ ഇങ്ങനെ സംഭവം. അപ്പം ഞാനത് പറയാൻ വരുമ്പോഴത്തേക്ക് അവൾ പറഞ്ഞു തരും ഞാനത് പറയാൻ വേണ്ടി വന്നതാവാൻ. അത് മുൻകൂട്ടി തന്നെ പറയുവള് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റി മുൻകൂട്ടി. പക്ഷെ ശരിക്കും സംഭവിച്ച് കഴിഞ്ഞിരിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവളുടെ സ്കൂളിൽ ഭയങ്കര അന്ന് അന്നെങ്ങനെ ഇറങ്ങിയ സംഭവം സിസ്റ്റർക്ക് എഴുതിയ സിസ്റ്റർക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാട്ടോ എന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കാറ്റും മഴയും വന്ന് ജനവാദി കുറേ നല്ല പൊട്ടിപ്പോയി. അപ്പോൾ ആ സംഭവത്തിൽ നേരത്തെ തന്നെ മുൻകൂട്ടി അത് തന്നെ സിസ്റ്റർ പ്രിൻസിപ്പളിനോട് ഭയങ്കര പ്രിൻസിപ്പളിന് എന്തെങ്കിലും എന്താ മുഖം പാടിയിരിക്കുന്നത്, പക്ഷെ അവിടെ കാണുന്നില്ല, അവളിവിടെ കാണുന്നത്. എന്നിട്ട് അവൾ എന്നോട് ചോദിക്കും എന്താ മമ്മി എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് ഈശോനോട് ചോദിച്ചു നോക്കുന്നു, എനിക്ക് ഈശോനോട് ഇഷ്ടമല്ല. അതൊരു ദിവസം അവിടെ ഇങ്ങനെ രാത്രി വേദന കൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു, ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഒറ്റ രാത്രികൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈശോനോട് ഇങ്ങനെ ഈശോൻ്റെ രൂപം അവൾ കിടക്കുന്ന റൂമിൻ്റെ വരുടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈശോനോട് പറഞ്ഞു ഈശോനോട് എത്ര ഇഷ്ടമുള്ള കുട്ടിയാണ്, എന്നിട്ട് ഈശോ എന്തിനിങ്ങനെ ഈ വേദന ഒന്ന് മാറ്റി അവളെ ഒന്ന് ഉറക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനെ ഈശോനോട് ഇങ്ങനെ ചോദിച്ചു. പക്ഷെ അന്ന് രാത്രി 3 മണിക്ക് അവൾക്ക് ശരിക്കും ഉറക്കം കിട്ടാതെ കഴിഞ്ഞ് പിന്നെ ഒറ്റ ദിവസം ആ വേദന ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവക്കടെ ഇതിൽ. അവൾക്ക് ഇഷ്ടമില്ല കേട്ടോ ആരോടും പറയാനായിട്ട്.
അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം കിട്ടുമ്പോൾ അങ്ങനെ പറഞ്ഞ് പരസ്യമാക്കി. ഞാൻ പറഞ്ഞ എടേ അത് പിന്നെ പന്നികളുടെ മുമ്പിൽ മുത്തിട്ട് കൊടുക്കുന്നത് അത് പന്നികളുടെ മുമ്പിൽ അങ്ങനെ പറയാതിരിക്കും പറ്റും. പക്ഷെ നല്ല കാര്യത്തിനായതുകൊണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും അതൊരു പ്രചോദനമായിരിക്കും. ഇപ്പോൾ ഞാൻ കേട്ടോ അവളിങ്ങനെ പടമൊക്കെ വരയ്ക്കും, പിന്നെ കാലുകൾ കൊണ്ട് ജപമാല അത് എന്നു മുതൽ അങ്ങനെയൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയ? അന്ന് ജോബിയച്ചൻ്റെ കൂടെ നിന്നത് എന്നാ 24-ാമത്തെ വയസ്സിലാണ്. 24-ാമത്തെ വയസ്സിലാണ് അവൾക്ക് ആദ്യമായിട്ട് ജപമാല കൊടുത്തത് അച്ഛൻ. അന്നത്തെ അളിരണിയും കാലം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സാറുവാൻ ടിവിയിൽ. അന്ന് ശരിക്കും അവൾ കാലം കൊണ്ട് മൊത്തം അന്നത്തെ ജപമാലയുടെ രഹസ്യങ്ങൾ മൊത്തം ചൊല്ലി. എന്താ ഒരെണ്ണത്തിൻ്റെ മൊത്തം 5 എണ്ണം അങ്ങനെ ചൊല്ലി. അന്ന് തൊട്ട് ശരിക്ക് എല്ലാ ദിവസവും ആരെങ്കിലും നിയോഗം കൊടുത്താൽ അപ്പോൾ ആദ്യം ചോദിക്കുക എന്താ കാര്യം എന്ന്. അപ്പം പിന്നെ തൊട്ട് ഞാനും പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളിപ്പം നമ്മൾ എന്തായാലും പറയില്ലല്ലോ, ചോദിച്ചു നോക്കുക, അവർ പറയില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഈശോനോട് ഇതിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ മാതാവിനോട് ഇങ്ങനെ പറയുക, ഇന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് അവർക്ക് സാധിച്ചു കൊടുക്കണേ, എന്ത് തന്നെ ആയാലും സാധിച്ചു കൊടുക്കണേന്ന്. പക്ഷെ കുറേ കാര്യങ്ങൾ അങ്ങനെ സാധിച്ചു അങ്ങനെ വന്നിട്ടുണ്ട്. പറയാനാണെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകും. മറവി എനിക്ക് കൂടുതൽ, അവർക്ക് വെറുതെ. പക്ഷെ എല്ലാ കാര്യങ്ങളും അവൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ജീവചരിത്രം എഴുതും. അവളുടെ എഴുതുന്നുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ കൂട്ടുകാരൊക്കെ വിട്ടുപോയി പറഞ്ഞപ്പോൾ അത് എഴുതലില്ല. ജോബിതയ്ക്ക് അങ്ങനെ വിഷമങ്ങളൊക്കെ വരുമ്പോ ആദ്യം എടുത്ത് വായിക്കുന്ന വചനഭാഗം ഏതാ ബൈബിളിലെ? വചനഭാഗം വായിക്കില്ലല്ല, ഞാൻ മാതാവിനോട് കൂടുതൽ പറയുക ചെയ്യുന്നില്ലേ. അവളെന്താ ഈശോനോട് കുറേ കാലങ്ങൾ ഇങ്ങനെ കുറേ ഇങ്ങനെ നടക്കണ കാര്യത്തെ പറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഈശോ ഒന്നും പ്രാർത്ഥന കേട്ടില്ല. അവസാനം മാതാവിനെ പിടിപിടി. മാതാവിനെ പിടിപിടിയപ്പം കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. അതാണ് മാതാവിനോട് പറയുന്നതെന്ന്. ഞാൻ അങ്ങനെ വചനം അങ്ങനത്തത് വായിക്കാറില്ല, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മള് എത്രയും തേള മാതാവേ, എത്രയും തേള മാതാവ് പ്രാർത്ഥനയാണ് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന അല്ലേ? അവളിപ്പോ ജപമാല ചൊല്ലുന്നതിന് പുറമെ പടമൊക്കെ വരയ്ക്കുമല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പിന്നെ ജപമാല അല്ലതിനെ പറ്റി ഒന്നുകൂടി പറയാനുണ്ട്. അവളെ ഒരു സമയമുണ്ട് അവൾക്ക്. അത് അവളുടെ മനസ്സിലാ വരുന്ന സമയത്ത് ചിലപ്പോൾ എപ്പോഴും ചൊല്ലില്ല. വൈകുന്നേരം ചിലപ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യം നടക്കേണ്ട കാര്യങ്ങൾ അവൾക്ക് അറിയാം. അതാ ഏറ്റവും ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ അങ്ങാവസ്ഥയ്ക്ക് ചെരിഞ്ഞേറുന്ന കൊന്തയുണ്ടാവും കലയിൽ. ഞാൻ ശല്യപ്പെടുത്താനൊന്നും പോവില്ല, അത് പൂർത്തിയാക്കിക്കോട്ടെ എന്ന് വിചാരിക്കും. ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പൊന്തൊക്കെ കാണിക്കും. ചെല്ലുക എന്നുള്ളതിന് വർത്താനം പറയില്ല, ഇങ്ങനെ ചെല്ലുക എന്നുള്ള ഞാൻ തിരിച്ചു പോരും. പിന്നെ അധികം സമയങ്ങൾ ചിത്രം വരയ്ക്കലാണ്. അധികം കാലം കൊണ്ടൊക്കെ അത് അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുത്തൊക്കെ എഴുതുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഇരുന്ന് എഴുതി ഇങ്ങനെ കഴുത്തിന് നീർക്കെട്ട് വരുന്ന കാരണം അധികം ടാബിലായിരിക്കും ഇപ്പം പരിപാടി മൊത്തം. ചിത്രങ്ങൾ വരയ്ക്കും. ചിത്രങ്ങൾ വരച്ചിട്ട് വീഡിയോ ഉണ്ടാക്കൂലേ, ഒരു പാട്ടുകളൊക്കെ വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കും. ആ പാട്ടിനനുസരിച്ച് തന്നെ ആ വ്യക്തിയുടെ രൂപം വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് അവരുടെ ബർത്ത്ഡേക്ക്, പിന്നെ ഫീസ്റ്റ്, ബർത്ത്ഡേ, പിന്നെ എന്താ ആനിവേഴ്സറി. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ലാമിനേഷൻ ചെയ്ത് വെച്ചതാണ്. അതെന്ന് വെച്ചാൽ എല്ലാം കടലാസിലാവുമ്പോൾ ഈ വരുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ കുറെ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാം കൂടി ലാമിനേഷൻ ചെയ്ത ബാഗിൽ വെച്ചിരുന്നു. നന്നായിട്ട് പടങ്ങളൊക്കെ കുറെ സമയം എടുക്കും, ഒത്തിരി പെട്ടെന്നൊന്നും ചെയ്യില്ല. കുറെ സമയം എടുത്തിട്ട് വരയ്ക്കുന്ന കടലാസിൽ വരച്ചിട്ട് പിന്നെ ഇത് ലാമിനേഷൻ ചെയ്തതാണ്. ഇപ്പം ടാബിലെ മൊത്തം ചെയ്യുന്നത്. അത് കുറേ ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ ചെയ്തൊന്നും വരില്ല. ഉച്ച കഴിഞ്ഞാൽ ഡ്രോയിങ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പണികൾ പൂർത്തിയാക്കും. ചിത്രം വരച്ചതിൻ്റെ പെയിൻറ് കൊടുത്ത്. ജോബിതയുടെ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു ഭക്തി, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനൊക്കെ അവൾ കാണിക്കുന്ന ഒരു തീഷ്ണതയൊക്കെ ഉണ്ടല്ലോ, അതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകളോ അനുഭവങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെന്ന് പങ്കുവെക്കാവോ? വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പം ഒരു അനുഭവം എന്താ വെച്ചാൽ വിശുദ്ധ കുർബാന അങ്ങനെ സ്വീകരിക്കാനായിട്ട് അന്ന് കുർബാനയൊക്കെ കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് 11ാമത്തെ വയസ്സിലാരോ കൊച്ചു തെരേസ്യാനോടി അവൾക്ക് ആദ്യം തന്നെ അവൾ 11ാമത്തെ വയസ്സിൽ കുർബാന ആയിക്കൊണ്ട് അന്ന് അവിടെ ബർത്ത്ഡേ ആയിരുന്നു, അവൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് തന്നെ ഈശ്വരൻ്റെ അടുത്തൊന്നും മേടിച്ചു. അന്നൊക്കെ ഈശ്വരനോട് ഭയങ്കര ഇതായിരുന്നു, പ്രാർത്ഥിച്ച് തന്നെ ഈശ്വരനോട് മേടിച്ച്. ഞാനൊരു ദിവസം കാപ്പിക്കൊരു പറിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ 2 കൈയും വിരിച്ച് മുട്ടുമ്മേ നിന്നുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മോള് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ ഇഷ്ടം, എന്നെ ഒരുക്കണേന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കണേന്ന്. ഒത്തിരി പ്രാർത്ഥിച്ച് എന്നെ ലഭിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വേഗം വേഗം പഠിത്തത്തിലെല്ലാം വേഗം കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നതല്ല. ഇടയ്ക്കൊരു ടീച്ചർ വരുമായിരുന്നു പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. 2ാമത്തെ ദിവസം ടീച്ചർ 3ാമത്തെ ദിവസം ടീച്ചർ വരുമ്പോഴത്തേക്ക് അത് ശരിക്ക് ചോദിക്കുന്നതിന് ആൻസർ പറഞ്ഞു കൊടുക്കും. പരീക്ഷയൊക്കെ 24ാമത്തെ വയസ്സിലാണ് പരീക്ഷ എഴുതിയത്, പിന്നെ 4ാം ക്ലാസ്സിലെ പരീക്ഷ. അതിന് ഏറ്റവും നല്ല മാർക്കോടുകൂടി സമ്മാനമൊക്കെ മേടിച്ചു. പിന്നെ എഴുതാൻ പറ്റില്ല, 7 എഴുതാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നരമ്പുകൾക്കൊക്കെ വേദന കൂടി എത്തിരിങ്ങി. വിശുദ്ധ കുർബാനയെ പറ്റി അങ്ങനെയാണ് ഏറ്റവും അറിയില്ല, അതെന്താ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഈ വിശുദ്ധ കാർലോ അക്വിറ്റസ് എന്ന് പറഞ്ഞ വിശുദ്ധനുണ്ടല്ലോ, ഇപ്പോൾ യുവജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കി. കാർലോയുടെ ജീവിതം കണ്ടിട്ട് അമ്മയ്ക്ക് വരെ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു, ഒരുപക്ഷെ വിശ്വാസത്തിലൊക്കെ വർധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ജോബിതയുടെ ജീവിതം കണ്ടിട്ട് അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും കുർബാന ഒരു ദിവസം കുർബാന കൈക്കൊള്ളാനായിട്ട് ഞങ്ങൾക്ക് 2 പേരും കിട്ടിയില്ല. അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ കടന്നുപോയി. ഞങ്ങൾ തുണിൻ്റെ ചോട്ടിലായിരുന്നു നിന്നിരുന്നത്. എനിക്കും കിട്ടിയില്ല, കൊച്ചിനും കിട്ടിയില്ല. യുദ്ധം കൊണ്ട് ഭയങ്കര ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ഇരിക്കുമല്ലേ, ഏങ്ങലടിച്ച് ആയമല്ലേ മടക്കിയിരിക്കുമോ, ഏങ്ങലടിച്ച് കരയാൻ പറഞ്ഞു. എനിക്കപ്പോഴും നാണക്കേട് പോലെ. പക്ഷെ എന്നെക്കാട്ടിലും കൂടുതൽ അവളുടെ ഹൃദയത്തിൽ ഈശോ അടുത്ത് വന്നിട്ട് പോയി എന്നാണ് അവൾ പറയുന്നത്. ഇപ്പം ഞാൻ നല്ലൊരു നുള്ളിപ്പുറയൊക്കെ വെച്ച് കൊടുത്തു കരയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നും കൂടി കൂടുതൽ കരഞ്ഞു. അപ്പം പുറകിലൊരു ചേട്ടൻ പോയിട്ട്, അന്ന് മൂലയിലച്ഛനായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. പുറകിലൊരച്ഛൻ ഒരു ചേട്ടൻ പോയിട്ട് അച്ഛനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് നിന്ന് അമ്മച്ചിനോട് പറഞ്ഞു, മുണ്ടയ്ക്കിൽ അമ്മച്ചി എന്നോട് പറഞ്ഞു മുമ്പിലിരിക്കുന്ന മാത്രോട് ഒന്ന് പോയി പറയാൻ. പിന്നെ ഇതിൻ്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്കും വിഷമമായി. അപ്പം ഞാൻ മദറിൻ്റെ അടുത്ത് പോയി. മദർ പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ എത്തി. അച്ഛൻ്റെ അടുത്തേക്ക് പറയാൻ വേണ്ടി പോയി അച്ഛൻ വന്നു, സക്രാരി തുറന്നു, ആശീർവാദം കൊടുത്തു. എന്നിട്ട് അറിയാം മമ്മിക്ക് എൻ്റെ വിഷമമൊന്നും അറിയില്ല, മമ്മി എല്ലാ ദിവസവും പോയി സ്വീകരിക്കുന്നില്ലേ, എനിക്ക് എൻ്റെ വിഷമമൊന്നുമില്ല, എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് വരാത്ത എൻ്റെ അടുത്ത് വന്നിട്ട് പോയില്ലേന്ന്. എന്നിട്ട് പിന്നെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പള്ളിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്കെ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. മറ്റേ പുറകിൽ തൂണ്ടി ഞാൻ കൊണ്ടുപോയില്ല മുന്നിലേക്ക്. എനിക്ക് എല്ലാവരും ഇങ്ങനെ നോക്കുകയും ഇവളെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കും എന്തോ ഒരു വിഷമം പോലെ. അത് ഇപ്പം അങ്ങനെയില്ല, ഇപ്പോഴേ ഏറ്റവും മുന്നിൽ പോയിരിക്കും. എന്നുവെച്ചാൽ അവൾക്ക് കുർബാന ഫുള്ളായിട്ടും കൂടണം. അദ്ദേഹം കുർബാനയിൽ സക്രാരിയിൽ നിന്ന് ഈശോയെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ ഇവിടുന്ന് ഈ ചിരിയാ ഇതുപോലെ ഇരുന്നിരിക്കും. ഇപ്പം എല്ലാവരും ഓർക്കും ഈ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, കുർബാന തുടങ്ങിയ തൊട്ട് അവസാനം വരെ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഞാനിപ്പോൾ ജോബിതയുടെ വീട്ടിൽ വന്നപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് അവളോട് സംസാരിച്ചപ്പോഴാണെങ്കിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവൾ ഒത്തിരി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടെയൊക്കെ പറയുന്നതായിട്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അവസരങ്ങളുള്ളപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്നും അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് ബലിപീഠത്തോട് ചേർന്ന് നിന്നൊക്കെ ബലിയർപ്പിക്കണം എന്നൊക്കെ ഇവള് നമ്മൾ ഓർമ്മപ്പെടുത്താണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു തീക്ഷ്ണതയും ആ സ്നേഹമൊക്കെ നമുക്ക് എപ്പോഴും വേണം. കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പം പിന്നെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഒത്തിരി തിരക്കാണെങ്കിൽ ഞാനോ അങ്ങനെയുള്ള അവസരം കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ നിൽക്കുകയുള്ളൂ. എന്നിട്ട് അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചിട്ടേ പോരുള്ളൂ ഏറ്റവും അവസാനം. എത്ര ഇതായാലും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ട് എണീറ്റ് കഴിയുമ്പോൾ ഈശോയുടെ മുമ്പിൽ കുമ്പിട്ടിട്ടൊക്കെ പോകും. മാതാവിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ തരുന്ന പോയിട്ട് മാതാവിൻ്റെ രൂപം കൂടി മറിഞ്ഞു പോകുമെന്നുള്ള പേടിയാണ്. കുരിശിൻ്റെ വിളിക്കൊക്കെ നല്ലപോലെ കൂടും. കുരിശിൻ്റെ വിളി 6ാം സ്ഥലം ഏറ്റവും ഇഷ്ടം. നേരത്തെ ഇങ്ങനെ പറയാം മൈറാനിക്ക് ഭക്തിയുള്ള ഈശോയുടെ തിരുമുഖം തടുത്തത്. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോട്ട് സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലെന്ന്. അച്ഛന്മാരുടെ അടുത്ത് കുർബാനയൊക്കെ കഴിഞ്ഞാൽ അവരുടെ അടുത്തൊന്ന് പോകണം, അല്ലെങ്കിൽ മറത്തി പോകണം. അവിടെ അശപ്പാനിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ മരിച്ചു പോയി കേട്ടോ. ഇവള് ചെല്ലുന്നൊന്ന് നോക്കി നിൽക്കും. നമുക്ക് പോകണം. എല്ലാവരും ഭയങ്കര കൂട്ടം, എല്ലാവരും കൂട്ടം എപ്പോഴും ഉണ്ട് കൂട്ടും. അച്ഛന്മാർക്ക് വേണ്ടി സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാന്ന് അമ്മച്ചി പറഞ്ഞു. എല്ലാവർക്കും അറിയാം. ഒത്തിരി ഫോട്ടോകളുണ്ട്. എല്ലാവരും അവളുടെ റൂമിലുണ്ട്. അവളുടെ ഭിത്തിയെ കൂടി വെച്ചേക്കുക. നമ്മുടെ മാത്യു നായ്ക്കൻ പറമ്പിലച്ഛൻ എപ്പോഴും
പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥനയെക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കുറെ കൂടിയും ശക്തി. അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. അവള് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ ഇരട്ടി കൃപയായിട്ടും കൂടുതൽ അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ അമ്മച്ചിക്കാണെങ്കിലും ഈ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഇവളോട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് വരുന്നത്. അപ്പൊ ഇവള് പ്രാർത്ഥനയുടെ ശക്തി ഇത്രയും വലുത് ഉണ്ടാക്കണമെന്നല്ല, അവിടത്തേനേക്കാളൊരു ശരി നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് വർഷം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണമെങ്കിൽ മേലെ നിന്ന് ഇറങ്ങി വരണ്ടേ. ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ എല്ലായിടത്തും ചുറ്റിക്കിറങ്ങായിരുന്നു. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനത്തെ ഏത് പേരെ വേണ്ട, 2 പേരെ കാണിച്ചിട്ട്. അപ്പം ഞാൻ പിന്നെ അന്നിലെ ഫോട്ടോയിൽ കാണുമ്പോൾ ഇത് നല്ല രസം തോന്നി. ഇത് പറഞ്ഞു അമ്മ കാരണം ഇതും കൊണ്ട് ഉണ്ടാക്കി, മറ്റൊന്ന് മതിയായിരുന്നു, എനിക്ക് എല്ലായിടത്തും എത്തായിരുന്നു. അത് ഒരു സങ്കടമുണ്ട്. ഞാൻ അവനോട് പറയും അന്ന നീ നേരത്തെ പെരെ പോയി താമസിച്ച് വാടകയ്ക്ക് കൊടുത്തോളാം. ഇഷ്ടമില്ല, ഇത് മാത്രം അത്ര ഇഷ്ടമില്ലാത്ത. ഇത്രയും സ്ഥലമൊക്കെ ഇഷ്ടമാണ്. കിടക്കണമെങ്കിൽ മേലെ പോകണം. പിന്നെ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ അവരവരുടെ റൂമുകളിലല്ലേ കൂട്ടുകാരൊക്കെ വരുന്നത്. ഇപ്പം ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് വലിയ ഇഷ്ടമില്ല, ചെറിയ വരെ ഇഷ്ടമുള്ളൂ. പെര ചെറുതല്ല, ഒറ്റ സ്ഥലത്ത് കൂടി തന്നെ ചുറ്റിക്കറങ്ങി എല്ലായിടത്തും എത്തണം. ഇതിപ്പോൾ ഇവിടുന്ന് അടുക്കള അങ്ങറ്റത്തും വരും. അങ്ങ് പുറമേയുള്ള ആ ചാർത്തിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആദ്യമൊക്കെ റൂമിൽ കൊണ്ടുവന്നായിരുന്നു, ഇപ്പോൾ കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മച്ചി, ജോബിത ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഞങ്ങളോട് സംസാരിക്കുക ചെയ്യുന്നതിന് ഒത്തിരി നന്ദി. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. ജോബിത ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, പിന്നെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ലോകം മുഴുവന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. ജോബിതയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും ലോകത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു 2ാമത്തെ ഒരു വ്യക്തിയാണ് ഇതുപോലെ ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ശരീരത്തിലൊക്കെ അല്പം കുറവുണ്ടെങ്കിലും ഉള്ള കഴിവിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഇങ്ങനെ ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു കുട്ടിയെ കണ്ടു. അപ്പോൾ ആ കുട്ടിക്ക് 2 കൈയില്ല, കാലുകളുമില്ല. അപ്പോൾ അടിയിൽ ഒരു ചെറിയ ഭാഗമുള്ളൂ. എന്നാൽ പോലും ഈശോയ്ക്ക് വേണ്ടി പാട്ടുകൾ പാടും, പ്രസംഗങ്ങൾ പറയും. അന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പാട്ട് പാടി, ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ആ പാട്ടിങ്ങനെ ഫുള്ളും പാടി. അത് പാടിയപ്പോൾ അന്ന് വരെ ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും അന്നാണ് ആ പാട്ട് കേട്ടപ്പോൾ ഒരു കരച്ചിൽ വന്നത്. കാരണം അതിൽ അവൻ്റെ സ്നേഹമുണ്ട്, ദൈവസ്നേഹമുണ്ട്, മനുഷ്യസ്നേഹമുണ്ട്, നന്ദിയുണ്ട്. അപ്പോൾ ജോബിതയും ഇതുപോലെ തന്നെയാണ്. ഉള്ള കഴിവിൽ ജീവിത സാഹചര്യത്തിലേക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുകയാണ്. നമുക്കും നന്ദിയുള്ളവരാകാം. ജോബിതയുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.